നമസ്കാരം. എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരൂപ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 25/5/2024, അതായത് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ രണ്ടാമത്തെ ഫേസിൽ വന്ന മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി വിഭാഗത്തിലെ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ മെന്റൽ എബിലിറ്റി വിഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം ആദ്യത്തെ ഫേസിൽ ചോദിച്ച അത്യാവശ്യം ആ ഒരു ലോജിക്കിലുള്ള, ഇനി ഈ പറയുന്ന ബ്ലഡ് റിലേഷൻസിലൊക്കെ നിന്നുള്ള ചോദ്യങ്ങളാണെങ്കിൽ ആ സെയിം തന്നെയായിരുന്നു, ആ സെയിം പാറ്റേണിലുള്ള ചോദ്യം തന്നെയാണ് ചോദിച്ചത്. ഇനി നമ്മൾ സീരീസ് കംപ്ലീഷനിലാണെങ്കിൽ അവിടെ ഉപയോഗിച്ച സെയിം ലോജിക്ക് തന്നെയാണ് ഇവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 7x2 ഈക്വൽ ടു 49/2x-3 ആണെങ്കിൽ എക്സിന്റെ മൂല്യം എത്രയാണ് എന്നാണ്. എക്സിന്റെ മൂല്യം എന്തായിരിക്കും എന്നാണ്. ശരി, പറഞ്ഞു വരാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 7x2 ഈക്വൽ ടു 49/2x-3 എന്നാണ്. ഈ 49 പകരം 49 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാ? 7ന്റെ സ്ക്വയർ അല്ലേ? നമുക്ക് 49 പകരം 7 സ്ക്വയർ എന്നിട്ട് കൊടുക്കാം. ഓക്കെ ആണോ? അതിന് കാരണമുണ്ട്. നമ്മൾ ഇടതുഭാഗത്ത് എഴുതിയിട്ടുള്ളത് എന്താണ്? ഇടതുഭാഗത്ത് തന്നിട്ടുള്ളത് എന്താണ്? 7x2 എന്നല്ലേ, 7ന്റെ പവർ ആയിട്ടല്ലേ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം വലതുവശവും നമുക്ക് എന്തിന്റെ പവർ ആക്കി കൊടുക്കാം? 7ന്റെ പവർ ആക്കി കൊടുക്കാം. 7ന്റെ പവർ എങ്ങനെ ആക്കുമെന്ന് വെച്ചാൽ 49 എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയർ ആണ്. അതായത് 49 പകരം നമുക്ക് 7 സ്ക്വയർ എന്ന് പറയാം. 7 സ്ക്വയർ. അപ്പൊ 49 പകരം ഞാൻ 7 സ്ക്വയർ എന്നിട്ട് കൊടുത്തു. ഹോൾ റൈസ് ടു 49 പകരമാണ് 7 സ്ക്വയർ, ഹോൾ റൈസ് ടു 2x-3 എന്നാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ കൃത്യങ്ക നിയമങ്ങൾ പറയുന്നിടത്ത് നമ്മൾ ഇങ്ങനെ പഠിക്കാറുണ്ട്. a⁻m ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ a⁻m അല്ലെങ്കിൽ a⁻m into n എന്നല്ലേ കൃത്യങ്ക നിയമങ്ങൾ പഠിക്കുമ്പോൾ. അപ്പൊ ഇവിടെ നമുക്ക് 7/2 ഹോൾ റൈസ് ടു 2x-3 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇടത് ഭാഗം സെയിം തന്നെയാണ്. 7x+2 ഈക്വൽ ടു വലത് ഭാഗത്ത് എന്തായിട്ട് മാറും? 7 അല്ലെ, a⁻m ഹോൾ റൈസ് ടു n എന്നുള്ള രൂപത്തിലല്ലേ കിടക്കുന്നത്. a⁻m into n എന്നല്ലേ പറയാറ്. അതായത് 7 2 2x-3 എന്ന് പറയാം. 7 2x-3 എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി ഒന്ന് നോക്കിയേ, രണ്ട് ഭാഗത്തും എന്ത് തുല്യമാണ്? ബേസ് തുല്യമാണ്. രണ്ട് ഭാഗത്തും ബേസ് തുല്യമാണോ? എന്ത് ചെയ്യാം? പവറുകൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഒന്നും കൂടെ, രണ്ട് വശത്തും അല്ലെ, ഇടതുവശത്തും വലതുവശത്തും എന്ത് തുല്യമാണ്? ബേസ് തുല്യമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്തും തുല്യമായിരിക്കും? പവേഴ്സും തുല്യമായിരിക്കും. ശരി, പറഞ്ഞു നോക്കാം. അതായത് പവേഴ്സ് ആയ x+2 ഈക്വൽ ടു 2 × 2x-3 ആയിരിക്കും. ശരി, ഇവിടെ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതായത് x+2 ഈക്വൽ ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 × 2x എന്ന് പറഞ്ഞാൽ 4x -2 × -3 എന്ന് പറഞ്ഞാൽ -6. എക്സ് എല്ലാം ഒരു ഭാഗത്തും നമ്പേഴ്സ് എല്ലാം കൂടെ ഒരു സൈഡിലും കൊണ്ടുവരാം. അതായത് എക്സ് 4x ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? -4x ഈക്വൽ ടു, ഇവിടെ ഒരു -6 ഉണ്ട്, അപ്പുറത്തെ 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? -2 ആവും. എക്സിന്ന് 4x കുറയ്ക്കുമ്പോൾ എന്തായിരിക്കും? -3x എന്നാണ്. -3x ഈക്വൽ ടു -6 -2. അതെന്താണ്? ഒരേ ചിഹ്നം വരുമ്പോൾ കൂട്ടിയിട്ട് അതേ ചിഹ്നം എന്നല്ലേ? ശരി, ഇതിനകത്ത് നമുക്ക് മൈനസും മൈനസും വെട്ടിക്കളയാം. എക്സ് ഈക്വൽ ടു നമുക്ക് പറയാം 8/3 എന്ന് പറഞ്ഞു കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 8/3 എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? അപ്പൊ വേറെ അങ്ങനെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ചോദ്യമല്ല. നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താണ്? രണ്ട് സൈഡുള്ള ബേസ് തുല്യമാക്കാൻ വേണ്ടി അങ്ങ് ശ്രമിച്ചാൽ മതി അല്ലെ. ഇടതുവശത്ത് ഇവിടെ ഓൾറെഡി എന്താണ്? ഒരു 7 ഉണ്ട്. വലതുവശത്തും 49 നമുക്ക് ഏതിന്റെ പവറായിട്ട് എഴുതാൻ പറ്റും? 7ന്റെ പവറായിട്ട് എഴുതാൻ പറ്റും അല്ലെ. 7ന്റെ പവറായിട്ടൊക്കെ എഴുതാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും?
ഇവിടെ നമുക്ക് ഏത് രൂപത്തിൽ എഴുതാൻ പറ്റും? 7 സ്ക്വയർ അല്ലേ? 49 പകരം 7 സ്ക്വയർ എന്ന് എഴുതി കൊടുത്തു. ഹോൾ റൈസ് ടു എക്സ് മൈനസ് 3 എന്നാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റൂളാണ്, കൃത്യങ്ക നിയമമാണ്. എന്താണ്? എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ എന്നുള്ളത് എ റൈസ് ടു എം ഇൻറ്റു എൻ എന്ന് പറഞ്ഞെഴുതാം. ആ ഒരു രൂപത്തിലാകുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി കൊടുക്കാം. അവിടെ രണ്ടടവും ബേസ് തുല്യം, രണ്ടടവും ബേസ് എന്ത് തന്നെയാണ്? 7 തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്തും തുല്യമായിരിക്കണം? പവറുകളും തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, എക്സിന്റെ ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരുന്നു, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 8/3 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ശരി, ഇവിടെ ഞാൻ മലയാളം ചോദ്യം എഴുതാത്ത എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മലയാളം ചോദ്യം ഇങ്ങനെയായിരുന്നു: രണ്ട് സംഖ്യകളുടെ തുക 8 എന്നും അവയുടെ ഉൽപ്പന്നം 15 എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിരുന്നത്. സംഭവം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മുടെ കണക്കിലെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ മലയാളം ചോദ്യം മാത്രം നോക്കരുത്, അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ അല്ലെ, നമുക്ക് രണ്ട് മലയാളവും ഇംഗ്ലീഷും അവൈലബിൾ ആണല്ലേ ഒരു ചോദ്യ പേപ്പറിനകത്ത്. അപ്പൊ ഇംഗ്ലീഷും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിലെ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. നമ്മുടെ പി എസ് സിക്കാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ചോദ്യങ്ങളെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ എന്തോ എടുത്തിട്ട് മലയാളീകരിച്ചൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ഇനി അറിഞ്ഞുകൂടാ, ഇനി ഏതെങ്കിലും ഇംഗ്ലീഷ് അധ്യാപകരെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്താണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അവർ ഈ പറഞ്ഞ പ്രോഡക്റ്റിനെ ഉൽപ്പന്നം എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്, ഉൽപ്പന്നം എന്ന് വേണ്ട. കുറെ കൂടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വർഷം വായിക്കുന്നത് തന്നെയാണ്. നോക്കി വെക്കാം. അപ്പൊ ഇങ്ങനെയാണ്: ഇഫ് ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 8 ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് 15, വാട്ട് ഈസ് ദ സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, നമ്മൾ മലയാളീകരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: രണ്ട് സംഖ്യകളുടെ തുക 8, അവയുടെ ഗുണനഫലം 15 അവയുടെ വ്യൂൽക്രമത്തിന്റെ തുക എത്രയായിരിക്കും എന്നാണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ്? വ്യൂൽക്രമത്തിന്റെ തുക എത്രയായിരിക്കും എന്നാണ്. ഒന്നുകൂടെ, ഇങ്ങനെയാണ് മലയാളം: രണ്ട് സംഖ്യകളുടെ തുക 8 അവയുടെ ഗുണനഫലം 15 അങ്ങനെയാണെങ്കിൽ അവയുടെ വ്യൂൽക്രമത്തിന്റെ തുക എത്രയായിരിക്കുന്നതാണ്. വ്യൂൽക്രമത്തിന്റെ തുക എത്രയായിരിക്കുന്നതാണ്. ശരി, ഇതൊരു നോർമൽ ചോദ്യമാണ്. നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതേപോലെ വ്യൂൽക്രമത്തിന്റെ തുക ചോദിച്ചാൽ നമ്മൾ സമ്മ് മേളിൽ എഴുതും, ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് എന്നാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയും? തുക ബൈ ഗുണനഫലം എന്നാണ്. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? രണ്ട് സംഖ്യകളുടെ തുക അറിയാം, അവയുടെ ഗുണനഫലം അറിയാം, അവയുടെ വ്യൂൽക്രമത്തിന്റെ തുകയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? തുക ബൈ ഗുണനഫലം. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 8/15 എന്നാണ്. 8/15 ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണോ? ഇത് സംഭവം എന്താണ് വർക്കൗട്ട് ആവണമെന്ന് കൂടെ പറഞ്ഞുതരാം. രണ്ട് സംഖ്യകളുണ്ട്. ആദ്യത്തെ സംഖ്യ എയും രണ്ടാമത്തെ സംഖ്യ ബി ആണെന്ന് വെച്ചു. ഇവന്മാരുടെ വ്യൂൽക്രമത്തിന്റെ തുക കാണണം. അപ്പൊ രണ്ട് സംഖ്യകളാണ്, എയും ബിയും ആണ്. ഇവയുടെ വ്യൂൽക്രമത്തിന്റെ തുക, വ്യൂൽക്രമം എന്ന് പറയുമ്പോൾ എയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/a ആണ്, പ്ലസ് ബിയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/b. ഇത് കണ്ടുപിടിക്കണമെന്നാണ്. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് ചെയ്യും അല്ലേ? ക്രോസ് ചെയ്യുമ്പോൾ ബി പ്ലസ് എ, അതായത് നമുക്ക് ഇങ്ങനെ പറയാം: എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി എന്നല്ലേ? അല്ലേ? ഇതിന്റെ അകത്ത് എ പ്ലസ് ബി തന്നിട്ടുണ്ട്, രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 8. ഇനി എ ബി, രണ്ട് സംഖ്യകളുടെ ഗുണനഫലം തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ഗുണനഫലമായ 15. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു, ഓപ്ഷൻ സി 8/15. ഇനി ഒന്നും മനസ്സിലായില്ല, ഇങ്ങനെ അങ്ങ് മനസ്സിലാക്കിയിരുന്നാൽ മതി. രണ്ട് സംഖ്യകളുടെ തുക അറിയാം, ഗുണനഫലം അറിയാം, വ്യുൽക്രമത്തിന്റെ തുകയാണോ? തുക ബൈ ഗുണനഫലം നമ്മുടെ ആൻസർ ആയി 8/15. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ശരി, ഇവിടെയും ഞാൻ മലയാളം ചോദ്യം എഴുതിയിട്ടില്ല. If the ratio of two positive numbers is 5:6 and the product is 480, then the greatest number is എന്നാണ് പറഞ്ഞ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ മലയാളീച്ച് പറയുകയാണെങ്കിൽ, രണ്ട് സംഖ്യകളുടെ അംശബന്ധം 5:6 ആണ്. അവയുടെ ഗുണനഫലം 480 ആയാൽ അതിൽ വലിയ സംഖ്യ ഏത് എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 5:6 ആണ്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 5:6 ആണ്.
അവയുടെ ഗുണനഫലം പ്രൊഡക്റ്റ് ഗുണനഫലം എന്ന് പറഞ്ഞാൽ 480 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവയിൽ വലിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:6 എന്നാണ്. ഇതില് സംഖ്യകൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനെ എക്സ് ചേർത്ത് പറയും അല്ലേ? ആദ്യത്തെ സംഖ്യയെ നമുക്ക് എന്തെന്ന് പറഞ്ഞെടുക്കാം? 5x എന്നും രണ്ടാമത്തെ സംഖ്യ എന്തെന്നും പറഞ്ഞെടുക്കാം? 6x എന്നും പറഞ്ഞെടുക്കാം. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 5:6 ആണ്. അപ്പൊ സംഖ്യകൾ ഏതെന്ന് ചോദിച്ചാൽ 5x എന്നും 6x എന്നും പറഞ്ഞെടുക്കാം. ഓക്കെ ആണോ? ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 480. അപ്പോൾ 5x-ഉം 6x-ഉം ആണെങ്കിൽ ഗുണനഫലം നമ്മൾ എങ്ങനെ പറയും? 5x ഇൻറ്റു 6x എന്നല്ലേ? 5x ഇൻറ്റു 6x ഗുണനഫലം അല്ലേ? അത് എത്രയും തന്നിട്ടുണ്ട്? 480 എന്ന് തന്നിട്ടുണ്ട്. 480 തന്നിട്ടുണ്ട്. ഇനി 5 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 30 എക്സ് സ്ക്വയർ ഈക്വൽ ടു 480 എന്നാണ്. ഇതിൽ 0 പോയി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 48/3 എന്നാണ്. 48/3 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 16 എന്ന് കിട്ടും. അതായത് എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയെന്ന് കിട്ടി അല്ലെ? എക്സ് സ്ക്വയർ 16 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഓക്കെയാണ്. ശരി, എക്സ് കിട്ടി. നമുക്ക് ആവശ്യം ഇതിൽ വലിയ സംഖ്യയല്ലേ? നമ്മൾ രണ്ട് സംഖ്യകളെ എന്തെന്ന് പറഞ്ഞാ എടുത്തെ? ആദ്യത്തത് 5x എന്നും രണ്ടാമത്തെ 6x എന്നും അല്ലേ? വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 6x അല്ലേ? 6x എന്നല്ലേ? അതായത് 6 ഇൻറ്റു എക്സ് നമ്മൾ 4 കണ്ടുപിടിച്ചു. 6 ഇൻറ്റു 4 നമുക്ക് പറയാം വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 24 ആയിരിക്കും. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 24. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 5:6 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 5x ആയിരിക്കും അല്ലേ? 6x ആയിട്ട് എടുക്കാം. ഇവയുടെ ഗുണനഫലം 480 തന്നിട്ടുണ്ട്. അതായത് 5x-ഉം 6x-ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 480 കിട്ടും അല്ലേ? 5 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 30 അല്ലേ? 30 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 480 ആണ്. ഇതിൽ നിന്ന് എക്സ് സ്ക്വയർ നമുക്ക് എന്തെന്ന് പറയാം? 16 എന്ന് പറയാം. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 4 എന്ന് കിട്ടി. വലിയ സംഖ്യയാണ് നമുക്ക് ആവശ്യം. വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 6x ആണ്. 6 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 24 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. അപ്പൊ ഈ സെക്കൻഡ് ഫേസിൽ അങ്ങനെ വലിയ പ്രശ്നക്കാരനായ ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം എല്ലാ ചോദ്യങ്ങളും കോമൺ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ചോദ്യം. The sum of 4 consecutive odd numbers is 976. Then the smallest odd number among the 4 is dash എന്നാണ്. ഒന്നും കൂടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് 4 കോൺസിക്യൂട്ടീവ്, അതായത് തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ തുക എത്രയും തന്നിട്ടുണ്ട്? 976 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ചെറിയ ഈ 4 ചെറിയ സംഖ്യ ഏതാണ്? ശരി, പറഞ്ഞു വരാം. തുടർച്ചയായിട്ടുള്ള 4 ഒറ്റ സംഖ്യകൾ. അപ്പൊ ആദ്യത്തെ ഒറ്റ സംഖ്യ എക്സ് ആണെന്ന് വെച്ചു. ആദ്യത്തെ ഒറ്റ സംഖ്യ എക്സ് ആണ്. രണ്ടാമത്തെ ഒറ്റ സംഖ്യ x+1 ആണോ x+2 ആണോ? x+2 ആയിരിക്കും അല്ലേ? x+2. മൂന്നാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x+4 ആയിരിക്കും. നാലാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x+6 ആയിരിക്കും. ഈ എഴുതിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞുതരാം. തുടർച്ചയായിട്ടുള്ള 4 ഒറ്റ സംഖ്യകളാണ്. ആദ്യത്തെ ഒറ്റ സംഖ്യ 3 ആണെന്ന് വെച്ചു. അടുത്ത ഒറ്റ സംഖ്യ ഏതാ? 5 അല്ലേ? അടുത്ത ഒറ്റ സംഖ്യ ഏതാ? 7 അല്ലേ? അടുത്ത ഒറ്റ സംഖ്യ ഏതാ? 9 അല്ലേ? ശരി, ഇനി ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തവൻ എക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ 3 ആണെങ്കിൽ രണ്ടാമത്തവൻ എന്ന് പറഞ്ഞാൽ 3ന്റെ കൂടെ എത്ര കൂട്ടി? 2 കൂട്ടി. വീണ്ടും ഈ ആദ്യത്തെ 3ൽ നിന്ന് 4 കൂട്ടുമ്പോഴല്ലേ മൂന്നാമത്തവൻ കിട്ടുന്നേ? അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? x+4 എന്ന് പറഞ്ഞെടുക്കാം. ഇനി നാലാമത്തവൻ എങ്ങനെയാ കിട്ടുന്നത്? 3ന്റെ കൂടെ 6 കൂട്ടുമ്പോഴാണ് 9 കിട്ടുന്നത് അല്ലേ? 9 കിട്ടുന്നത്. അതായത് x+6 എന്ന് പറയാം. കൺഫ്യൂഷൻ മാറിയല്ലോ. ചിലർക്കെങ്കിലും പെട്ടെന്ന് കാണും, അപ്പോൾ എന്താടാ ഈവൻ നമ്പർ അല്ലേ? ഇതാ ഈവൻ നമ്പർ കൂട്ടും നമുക്ക് പറഞ്ഞു ചോദിക്കും. അങ്ങനെയൊന്നും സംശയിക്കേണ്ട. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഓഡ് നമ്പർ ആയിരുന്നാലും ഈവൻ നമ്പർ ആയിരുന്നാലും എത്ര വെച്ചാ കൂടി പോകുന്നത്? 2 വെച്ചാണ്. അപ്പൊ ആദ്യത്തെ ഒറ്റ സംഖ്യ നമ്മൾ x എന്ന് പറഞ്ഞെടുക്കുന്നു. രണ്ടാമത്തത് x+2 ആയിരിക്കും. മൂന്നാമത്തെ x+4 ആയിരിക്കും. നാലാമത്തെ എന്തായിരിക്കും? x+6 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത് സം ഓഫ് 4 കോൺസിക്യൂട്ടീവ് അല്ലെ? തുടർച്ചയായിട്ടുള്ള 4 എന്താ പറഞ്ഞിട്ടുള്ളത്? തുക എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? എന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടെ കൂട്ടുമ്പോൾ 976 കിട്ടുമെന്നല്ലേ? പറഞ്ഞു നോക്കാം, കൂട്ടി നോക്കാം.
അതായത് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 പ്ലസ് എക്സ് പ്ലസ് 6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 976 കിട്ടും. ഇവിടെ എത്ര എക്സുകളുണ്ട്? 1, 2, 3, 4 എക്സുകൾ അല്ലേ? അതായത് 4x പ്ലസ് 6 4 10 2 12. 4x പ്ലസ് 12 ഈക്വൽ ടു 976. വീണ്ടും 4x ഈക്വൽ ടു 976 നിന്ന് മൈനസ് അല്ലേ 12 ഇപ്പുറത്ത് വരുമ്പോൾ -12 ആവും അല്ലേ? 976 നിന്ന് 12 കുറയ്ക്കുമ്പോൾ 964 എന്ന് പറഞ്ഞിട്ടും എക്സ് എന്ന് പറഞ്ഞാൽ 964 ഡിവൈഡഡ് ബൈ 4 എന്നാണ്. 4ൽ 4 ഒരു പ്രാവശ്യം, 9ൽ 4 2 പ്രാവശ്യം, ബാക്കി 16ൽ 4 പ്രാവശ്യം, ഇവിടെ ഒരു പ്രാവശ്യം. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എന്ന് കിട്ടി? 241 എന്ന് പറഞ്ഞു കിട്ടി. ശരി, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ദെൻ സ്മോളസ്റ്റ് ഓഡ് നമ്പർ എമംഗ് ദ 4 എന്നല്ലേ എന്ന് പറഞ്ഞാൽ ഇവയിൽ ചെറുത് ഏതെന്നല്ലേ? ചെറുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും ചെറുതെന്ന് നമ്മൾ എന്തായിട്ട് എടുത്ത എക്സ് എന്നല്ലേ? നമ്മൾ എക്സിന്റെ വാല്യൂ ഇതാ ഇവിടെ കണ്ടുപിടിച്ചു. എന്തെന്ന് കണ്ടുപിടിച്ചു? 241 എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 241. ഓപ്ഷൻ ബി 241. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: എയും ബിയും കൂടി ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും കൂടെ ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും കൂടെ ചേർന്ന് 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കാമെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നതാണ്? ശരി, അപ്പൊ ഒന്നുകൂടെ എഴുതി വരാം. എയും ബിയും കൂടെ ചേർന്ന് അല്ലെ? എയും ബിയും കൂടെ ചേർന്ന് ഒരു ജോലി പൂർത്തിയാക്കുന്ന എത്ര ദിവസം കൊണ്ടാണ്? 12 ദിവസം കൊണ്ട്. അടുത്ത് എയും സിയും കൂടെ ചേർന്നാണെങ്കിൽ എത്ര ദിവസം എടുക്കും? 8 ദിവസം എടുക്കും. ഇനി ബിയും സിയും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? ബിയും സിയും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ 6 ദിവസം എടുക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ തന്നിട്ടുള്ള സമയങ്ങളുടെ LCM ആയിരിക്കും എപ്പോഴും എന്ത്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഓർമ്മിച്ചോളേ. അപ്പോൾ ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ എപ്പോഴും തന്നിട്ടുള്ള സമയങ്ങളുടെ LCM ആണ് എന്ത്? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 12 ദിവസം, 8 ദിവസം, 6 ദിവസം. ഈ 12ന്റെയും 8ന്റെയും 6ന്റെയും LCM എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 12ന്റെയും 8ന്റെയും 6ന്റെയും LCM ആയ 24 ആണ്. ഇനി എയും ബിയും കൂടെ ചേർന്ന് ഒരു ദിവസം എത്ര ജോലി ചെയ്യുന്ന വെച്ചാൽ ഈ 24/12 2 ജോലി ചെയ്യും. എയും സിയും കൂടെ ചേർന്ന് ഒരു ദിവസം എത്ര ജോലി ചെയ്യുന്ന വെച്ചാൽ 24/8 3 ജോലി ചെയ്യും. ഇനി ബിയും സിയും കൂടെ ചേർന്ന് ഒരു ദിവസം എത്ര ജോലി എന്ന് വെച്ചാൽ 24/6 അതായത് 4 ജോലി. സംഭവം ഇത്രയേ ഉള്ളൂ. എയും ബിയും കൂടെ 12 ദിവസം കൊണ്ട് അല്ലേ? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 24 എന്നല്ലേ? 12 ദിവസം കൊണ്ടാണ് 24 ജോലിയും ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ടോട്ടൽ വർക്ക് 24 ആണ്. അപ്പോൾ എക്കും ബിക്കും കൂടെ 24 ജോലി ചെയ്യാൻ 12 ദിവസം എടുക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാണ്? 2 ജോലിയാണ്. വീണ്ടും ഇവിടെ എയും സിയും കൂടെ ഈ 24 ജോലി ഫിനിഷ് ചെയ്യാൻ 8 ദിവസം എടുക്കുന്നു. അപ്പോൾ എയും സിയും കൂടെ മാത്രം ആ ജോലി അല്ലെ ഒരു ദിവസം പൂർത്തിയാക്കുന്നത് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 3 ജോലി. ഇവിടെ വീണ്ടും ബിയും സിയും കൂടെ 6 ദിവസം കൊണ്ടാണ് 24 ജോലി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര ജോലി എന്ന് വെച്ചാൽ 24/6 എത്ര ജോലി? 4 ജോലി. വീണ്ടും എഴുതി വരാം. ഇവിടെ എയും ബി അല്ലെ? നമുക്ക് ഇങ്ങനെ പറയാം, എ പ്ലസ് ബി പ്ലസ് എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് സി. ഇത് എഫിഷ്യൻസി ആണ് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ്. നമ്മൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 2ഉം 3ഉം 5ഉം 4ഉം എത്രാന്ന് കിട്ടി? 9 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇവന്മാരുടെ എല്ലാം എ പ്ലസ് ബിയുടെയും എ പ്ലസ് സിയുടെയും ബി പ്ലസ് സിയുടെയും എഫിഷ്യൻസീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ദിവസം ചെയ്യുന്ന ജോലി എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 9 എന്ന് പറഞ്ഞ് കിട്ടി. ഇതെല്ലാം എന്തായിട്ട് മാറും? 2a പ്ലസ് 2b പ്ലസ് 2c അത് എത്രാന്ന് പറയാം? 9. ഇതിൽ നിന്നെല്ലാം 2 വെളിയിലെടുക്കുമ്പോൾ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 9/2 എന്ന് കിട്ടും അല്ലേ? 9/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.5 ആണ്. എന്ന് പറഞ്ഞാൽ
എയും ബിയും സിയും കൂടെ ഒരുമിച്ച് ഒരു ദിവസം എത്ര ജോലി ചെയ്യുന്ന വെച്ചാൽ എത്ര ജോലി ചെയ്യും? 4.5 ജോലി ചെയ്യും. എയും ബിയും സിയും കൂടെ ഒരുമിച്ച് ഒരു ദിവസം ചെയ്യുന്നത് 4.5 ജോലിയാണ്. 4.5 ജോലിയാണ്. ഇനി നമ്മുടെ ചോദ്യം എന്തായിരുന്നു? എങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നല്ലേ? എങ്കിൽ ബി ഒരു ദിവസം ചെയ്യണ ജോലി കണ്ടുപിടിക്കാൻ, ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ ഇതിനകത്ത് നമുക്ക് എ പ്ലസ് സിയുടെ ആൻസർ അറിയാം അല്ലെ? എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 അല്ലേ? എ പ്ലസ് സി. അപ്പൊ എ പ്ലസ് സിക്ക് പകരം ഞാൻ 3 ഇട്ട് കൊടുക്കും. അതായത് ബി പ്ലസ് 3 ആണ് എത്ര? 4.5. 4.5. ബി എന്ന് പറഞ്ഞാൽ 4.5യിൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ അല്ലേ? 3 കുറയ്ക്കുമ്പോൾ നമുക്ക് 1.5 എന്ന് കിട്ടും. 1.5 എന്ന് കിട്ടും. ഈ 1.5 എന്ന് പറഞ്ഞാൽ തത്വത്തിൽ എന്താണ്? 3/2 ആണ്. അപ്പം ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 ജോലിയാണ്. അതായത് 3/2 ജോലിയാണ്. ഈ 1.5 വെച്ച് 1.5 വെച്ച് 1.5 വെച്ച് അല്ലെ? നമ്മുടെ ചോദ്യം എന്താണ്? ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നല്ലേ? ഈ 1.5 വെച്ച് 1.5 വെച്ച് 1.5 വെച്ച് 1.5 വെച്ച് ടോട്ടൽ എത്ര ജോലിയുണ്ട്? 24 ജോലി അല്ലേ? ഈ 24 ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ്? അപ്പോൾ 24/1.5 അല്ലെങ്കിൽ 24/1.5ക്ക് പകരം 3/2. അടിയിലൊരു ഫ്രാക്ഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കും. അതായത് 24 ഇൻറ്റു 2/3 എന്ന് പറയും. 3 ഒരു പ്രാവശ്യം, ഇവിടെയാണെങ്കിൽ 8 പ്രാവശ്യം. 8 ഇൻറ്റു 2 നമുക്ക് പറയാം 16 ദിവസം കൊണ്ടാണ് ഈ ജോലി ഫിനിഷ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 16 എന്ന് പറയും. 16 എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നമ്മുടെ വർക്ക് ആൻഡ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ വർക്ക് ആൻഡ് ടൈമിന്റെ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും, ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എങ്കിലും ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നിട്ടുള്ള സമയങ്ങളുടെ LCMനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നത്. അതിനകത്ത് ഓരോരുത്തരുടെയും കഴിവ്, അതായത് എ പ്ലസ് ബിയുടെയും എ പ്ലസ് സിയുടെയും ബി പ്ലസ് സിയുടെയും ഒക്കെ കഴിവ് നമ്മൾ കണ്ടുപിടിച്ചു. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും ഒരുമിച്ചുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഒരു ദിവസം ചെയ്യണ ജോലി എന്ന് പറഞ്ഞാൽ 4.5 ജോലിയാണ്. ഇതിനകത്ത് നമുക്ക് എയും സിയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 3 എന്നത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എ പ്ലസ് സിക്ക് പകരം 3 ഇട്ട് കൊടുത്തു. അത് 4.5 ഇതിൽ നിന്ന് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി കിട്ടി. അത് എത്രയാണ്? 3/2 ആണ്. ഈ 3/2 വെച്ച് 3/2 വെച്ച് 3/2 വെച്ച് 24 ജോലി ചെയ്യണമെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചാൽ 24/32 ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടും 16 ദിവസം കൊണ്ടായിരിക്കും ജോലി പൂർത്തിയാകും. ക്ലിയർലി? അടുത്ത ചോദ്യം. ശരി, അടുത്ത നമ്പർ എന്താണ്? കഴിഞ്ഞ ഫേസ് പരീക്ഷയ്ക്ക് വന്ന സെയിം ലോജിക്കാണ്. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്തു. എക്സ് 1D എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് നമ്മൾ ലെറ്റേഴ്സ് അവോയ്ഡ് ചെയ്തിട്ട് ആ ചോദ്യത്തിനകത്തുള്ള നമ്പേഴ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ലോജിക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഫേസിലെ ചോദ്യം. ഓക്കെ ആണോ? ശരി, അങ്ങനെയാണെങ്കിൽ പറഞ്ഞു വരാം. ഇവിടെ നമുക്ക് ആദ്യത്തെ നമ്പർ 5 ആണ്. ഈ 5നെ 1 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടുമ്പോൾ, അതായത് 5 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. അതിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്പറായ 6 കിട്ടും. വീണ്ടും ഈ കിട്ടിയ 6നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 2 കൂട്ടണം അല്ലേ? 6 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 12. 12ഉം 2ഉം നമുക്ക് എന്ത് കിട്ടി? 14 എന്ന് പറഞ്ഞു കിട്ടി. ഈ കിട്ടിയ 14നെ നമ്മൾ അടുത്ത് 1, 2, 3 അല്ലേ? അടുത്ത് 3 കൊണ്ട് ഗുണിച്ചു 3 കൂട്ടണം. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 14 എന്ന് പറഞ്ഞാൽ 42, 3 45 എന്ന് കിട്ടും. ഇനി പറ, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 1, 2, 3 പറഞ്ഞു വരുമ്പോൾ ഈ കിട്ടിയ 45നെ അല്ലേ 1, 2, 3 കഴിഞ്ഞിട്ട് 4 കൊണ്ട് ഗുണിക്കണം. എന്ത് ചെയ്യണം? 4 കൂട്ടണം. 45നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 180 കിട്ടും. 180 4. നമ്മുടെ ആൻസർ 184. ഓപ്ഷൻ ബി 184 എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ അല്ലേ? വേറെ ഒന്നുമില്ല, അവിടെ ഉപയോഗിച്ച സെയിം ലോജിക്ക് തന്നെയാണ് ഈ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ചോദ്യം. ഈ സെക്കൻഡിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം d ഈക്വൽ ടു 4t² - 3 ആണ്. രാവിലെ 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്താൽ 9:02 AM-നും 9:03 AM-നും ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ്? 9:02 AM-നും 9:03 AM-നും ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ്? ഈ ഒരു ചോദ്യം അത്യാവശ്യം ഫിസിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ? ഇവിടെ ഡിസ്റ്റൻസ്, സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷനകത്ത് ടിയുടെ സ്ഥാനത്ത് നമ്മൾ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ചോദ്യത്തിൽ ചെറിയൊരു കറക്ഷനും ഉണ്ട്. ടി സെക്കൻഡിൽ നിന്നല്ല കേട്ടോ, ടി മിനിറ്റിൽ നിന്ന് വരാനാണ് സാധ്യത.
കേട്ടോ. നമ്മുടെ ചോദ്യാകർത്താവ് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ഇവിടെ ടി സെക്കൻഡ് എന്നല്ല, കാരണം നമുക്കിവിടെ ടി മിനിറ്റ് ഇട്ട് ചെയ്താലേ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ടി സെക്കൻഡ് എന്നല്ല, ടി മിനിറ്റിൽ ഒരു കാർ സഞ്ചരിക്കുന്നത്. പി എസ് സിക്ക് വന്നത് സെക്കൻഡിൽ നിന്ന് തന്നെയാണ്, പക്ഷെ സെക്കൻഡിൽ നിന്ന് വന്നാൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. മിനിറ്റ് അല്ലേ, കാരണം നമുക്ക് ഇവിടെ 9:2 9:3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 9 അല്ലേ, അപ്പോൾ 9:2 എന്ന് പറയുമ്പോൾ 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് എന്നാണ്. 9:3 എന്ന് പറയുമ്പോൾ 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഓപ്ഷനിലുള്ള ആൻസർ കിട്ടണമെങ്കിൽ മിനിറ്റ് വാല്യൂസിൽ ഇട്ട് കൊടുത്താലേ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പറയാം, ടി മിനിറ്റിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം ഡി ഈക്വൽ ടു 4t² - 3 എന്നാണ്. എന്ന് പറഞ്ഞാൽ ടീന്റെ സ്ഥാനത്ത് ഒന്നിട്ട് കൊടുക്കുമ്പോൾ ഒരു മിനിറ്റിൽ കാർ, ആദ്യത്തെ ഒരു മിനിറ്റിൽ കാർ സഞ്ചരിച്ച ദൂരം കിട്ടും. ടിയുടെ സ്ഥാനത്തിൽ നമ്മൾ 5 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൽ കാർ സഞ്ചരിച്ച ദൂരം കിട്ടും. ടിയുടെ സ്ഥാനത്ത് നമ്മൾ 7 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 7 മിനിറ്റിൽ കാർ സഞ്ചരിച്ച ദൂരം കിട്ടും. അതാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞു വരാം, കാർ 9 മണിക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്തേ, 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 9:2 AM-നും 9:3 AM-നും ഇടയിലുള്ള ദൂരമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത കാർ 9:2 എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയാൻ ഈ പറയുന്ന ഇക്വേഷനകത്ത് ടിയുടെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? 4 × 2 സ്ക്വയർ -3, അതായത് 4 × 4 16. 16ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എത്ര എന്ന് കിട്ടും? 13 എന്ന് പറഞ്ഞിട്ട്. അത് ചിലപ്പോൾ ഇവിടെ കിലോമീറ്റർ ആവാം, ചിലപ്പോൾ മീറ്റർ ആവാം, എന്തെങ്കിലും ആവട്ടെ, 13 എന്ന് പറഞ്ഞിട്ട്. ആദ്യത്തെ 2 മിനിറ്റിൽ സഞ്ചരിച്ചത് എത്രയാണ്? ആദ്യത്തെ 2 മിനിറ്റിൽ സഞ്ചരിച്ചത് 13 ആണ്. ഇനി ആദ്യത്തെ അല്ലെ, അടുത്തിനി എന്താ പറഞ്ഞിരിക്കുന്നത്? 9:3 AM-ന്റെ കാര്യമല്ലേ. ആദ്യത്തെ 3 മിനിറ്റിൽ കാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയാൻ ടിയുടെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുത്താൽ മതി. അതായത് 4 × 3 സ്ക്വയർ -3. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 9 × 4 എന്ന് പറഞ്ഞാൽ 36. 36ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ആദ്യത്തെ 2 മിനിറ്റിൽ കാർ 13 കിലോമീറ്റർ ആവട്ടെ, 13 കിലോമീറ്റർ സഞ്ചരിച്ചു, അല്ലെങ്കിൽ 13 മീറ്റർ ആവട്ടെ, 13 മീറ്റർ സഞ്ചരിച്ചു. ആദ്യത്തെ 3 മിനിറ്റിൽ കാർ 33 മീറ്റർ സഞ്ചരിച്ചു. ഒന്നും കൂടെ, ആദ്യത്തെ 2 മിനിറ്റിൽ കാർ 13 മിനിറ്റ് അല്ലെ, 13 മിനിറ്റ് സഞ്ചരിച്ചു. ഇനി ആദ്യത്തെ 3 മിനിറ്റിലാണെങ്കിൽ കാർ എത്ര? 33. ആദ്യത്തെ 2 മിനിറ്റിലും 13 മീറ്ററും ആദ്യത്തെ 3 മിനിറ്റിലാണെങ്കിൽ എത്ര? 33. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 9:2-നും 9:3-നും ഇടയിൽ എത്ര സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ ആദ്യത്തെ 3 മിനിറ്റ് സഞ്ചരിച്ച ദൂരത്തിൽ നിന്ന് ആദ്യത്തെ 2 മിനിറ്റ് സഞ്ചരിച്ച ദൂരം കുറച്ചു കൊടുത്താൽ പോരെ. അപ്പോൾ ഒന്നും കൂടെ, ആദ്യത്തെ 2 മിനിറ്റ് സഞ്ചരിച്ചത് എത്ര ദൂരമാണ്? 13 ആണ്. ആദ്യത്തെ 3 മിനിറ്റ് സഞ്ചരിച്ചത് എത്ര ദൂരമാണ്? 33 ആണ്. അപ്പൊ ആദ്യത്തെ 3 മിനിറ്റിൽ സഞ്ചരിച്ച ദൂരത്തിൽ നിന്ന് ആദ്യത്തെ 2 മിനിറ്റിൽ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിച്ചാൽ, അതായത് 33 - 13 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 20 എന്ന് പറഞ്ഞിട്ടും 9:2 AM-നും 9:3 AM-നും ഇടയിൽ സഞ്ചരിച്ച് എത്രാന്ന് ചോദിച്ചാൽ 20 ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 20. ഓപ്ഷൻ ഡി 20. അപ്പൊ ഇതിനകത്തൊരു രസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 13 ഓപ്ഷനിലുണ്ട്, 33 ഓപ്ഷനിലുണ്ട്. നമുക്ക് അതല്ല ആവശ്യം. നമ്മുടെ ആവശ്യം എന്താണ്? 9:2 AM-നും 9:3 AM-നും, അതായത് ആദ്യത്തെ 3 മിനിറ്റിനും ആദ്യത്തെ 2 മിനിറ്റിനും ഇടയിലുള്ള ആ ഒരു ദൂരമാണ് ആവശ്യം. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 20 ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ചോദ്യം. ഈ പറഞ്ഞ ചോദ്യത്തിൽ ഈ ഒരു ചിത്രമൊന്നും തന്നിട്ടില്ല കേട്ടോ. ചിത്രം ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളതാണ്. PQ എന്നത് കേന്ദ്രം O ഉള്ള വൃത്തത്തിന്റെ വ്യാസമാണ്. പിയിൽ ടാൻജന്റ് വരയ്ക്കുക. വൃത്തത്തിൽ R ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. എസിൽ P ടാൻജന്റിനെ സംയോജിക്കുന്ന QR നിർമ്മിക്കുക. ആംഗിൾ PSQ 48 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ PQR എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ശരി, അപ്പോൾ ഇതിനകത്ത് ഇംഗ്ലീഷ് വേർഷൻ കൂടെ നമുക്കൊന്ന് വായിക്കാം. ചോദ്യം ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ. PQ ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഈ സർക്കിളിലുള്ള ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ, വ്യാസം എന്ന് പറഞ്ഞാൽ PQ ആണ്. PQ ഓക്കെ ആണോ? ഞാനിങ്ങനെ PQ. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? O ഈസ് ദ സെന്റർ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. വിത്ത് സർക്കിൾ സെന്റർ O. അപ്പോൾ സെന്റർ എന്ന് പറഞ്ഞാൽ O അവിടെ കിടന്നോട്ടെ. ഇനി ഡ്രോ ടാൻജന്റ് അറ്റ് P. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ തൊടുവര എന്നാണ് പറയുന്നത്. ടാൻജന്റ്, തൊടുവര. ഓക്കെ ആണേ. അപ്പോൾ ടാൻജന്റ് വരച്ചിട്ടുണ്ട്. പിയിൽ കൂടെ നമ്മൾ ടാൻജന്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ ഒന്ന് പറയാം.
ഈ ടാൻജന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോയിന്റിൽ ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റിനും അതേ പോയിന്റിലുള്ള റേഡിയസിനും ഇടയിലുള്ള കോൺ എത്ര ഡിഗ്രിയേ വരുള്ളൂ? അതെപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ, നമ്മൾ ഒരു പോയിന്റിൽ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിലെ ടാൻജന്റിനും അതേ പോയിന്റിലെ റേഡിയസ്, കണ്ടോ അതേ പോയിന്റിലെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ലേ, അല്ലേ, അല്ലെങ്കിൽ പറയാം ഡയമീറ്റർ, അതേ പോയിന്റിലെ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസിന് ഇടയിലുള്ള കോണളവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ, നമ്മളൊരു പോയിന്റിൽ കൂടെയുള്ള ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റിനും ആ തൊടുവരയ്ക്കും അതേ പോയിന്റിലുള്ള വ്യാസം അല്ലെങ്കിൽ റേഡിയസിനും ഇടയിലുള്ള കോണളവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായിക്കൊള്ളേ, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. ശരി, ആയിക്കോട്ടെ. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? മാർക്ക് എ പോയിന്റ് ആർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാർക്ക് എ പോയിന്റ് ആർ ഓൺ ദ സർക്കിൾ ആൻഡ് പ്രൊഡ്യൂസ് ക്യു ആർ ടു മീറ്റ് ദ ടാൻജന്റ് അറ്റ് പി എന്ന് പറഞ്ഞാൽ, നമ്മൾ സർക്കിളിൽ ആർ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. അപ്പോൾ മാർക്ക് എ പോയിന്റ് ആർ ഓൺ ദ സർക്കിൾ ആൻഡ് പ്രൊഡ്യൂസ് ക്യു ആർ, അല്ലേ? ഈ പറയുന്ന ക്യു ആർ, നമ്മൾ ക്യു ആർ വരച്ചു, ക്യു ആർ ആൻഡ് ക്യു ആർ ടു മീറ്റ് ദ ടാൻജന്റ് അറ്റ് പി, അല്ലേ? ഈ ക്യു ആർ നമ്മളിങ്ങനെ നീട്ടി പിയിൽ കൂടെയുള്ള ടാൻജന്റിൽ കൊണ്ട് മുട്ടിക്കണമെന്നാണ്, അല്ലേ? പിയിൽ കൂടെയുള്ള ടാൻജന്റ് എന്ന് പറയുന്നത് ഇതല്ലേ, അല്ലെ? ഈ വരച്ചിരിക്കുന്ന പിയിൽ കൂടെയുള്ള ടാൻജന്റിൽ കൊണ്ട് മുട്ടിക്കണമെന്നാണ്. കൊണ്ട് മുട്ടിച്ചു. ഇനി ആ കിട്ടുന്ന പോയിന്റിൽ എന്തെന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്? എസ് എന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടെ, നമ്മൾ ആർ എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. നമ്മൾ എന്ത് ചെയ്യണം? ക്യു ആർ നമ്മൾ മേക്ക് ചെയ്യണം. ആ ക്യു ആറിനെ എവിടെ കൊണ്ട് മുട്ടിക്കണം? ടാൻജന്റിൽ കൊണ്ട് മുട്ടിക്കണം. ആ മുട്ടുന്ന പോയിന്റിന് എന്തെന്ന് പറഞ്ഞെടുക്കണം? എസ് എന്ന് പറഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആംഗിൾ പി എസ് ക്യു നോക്കിയേ, പി എസ് ക്യു ഇത് എത്രയും തന്നിട്ടുണ്ട്? 48 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ദെൻ ആംഗിൾ പി ക്യു ആർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ശരി, ഇനി നോക്കി നോക്ക്. പി ക്യു എസ് എന്ന് പറയുന്നത് ത്രികോണമല്ലേ? ത്രികോണത്തിൽ ഒരു കോൺ 90 ആണ്, മറ്റേ കോൺ 48 ആണ്. മൂന്നാമത്തവനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ അറിയാം, 180. ആ 180 നിന്ന് 90 പ്ലസ് 48 ചെയ്താൽ മതി. നമുക്ക് കിട്ടും 42 ഡിഗ്രി എന്ന് പറയും. 42 ഡിഗ്രി. നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 42 ഡിഗ്രി എന്ന് പറയും. 42 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് ചെറിയ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു തൊടുവരയ്ക്കും അല്ലെങ്കിൽ ഒരു ടാൻജന്റിനും വ്യാസത്തിനും ഇടയിലുള്ള കോണളവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അടുത്ത ചോദ്യം. കോഡിംഗ് ഡീകോഡിംഗ് ആണ്. വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചോദ്യമായിരുന്നു. ഡിസിപ്ലിൻ DISCIPLINE. ഡിസിപ്ലിന് തന്നിട്ടുള്ള എന്തായിരുന്നു? CHRBHOKHMD. വേറെ ഒന്നുമില്ല, നിങ്ങൾ നോക്കി നോക്ക്. ഡിക്ക് അല്ലെ, ഇവിടെ വരുന്ന ഡിക്ക് തൊട്ട് മുന്നുള്ള ലെറ്റർ ആണ് സി, ഐക്ക് തൊട്ട് മുന്നുള്ളതാണ് എച്ച്, എസിന് തൊട്ട് മുന്നുള്ള ലെറ്റർ ആണ് ആർ, സിക്ക് തൊട്ട് മുന്നുള്ളത് ബി, ഐക്ക് തൊട്ട് മുന്നേ എച്ച്, ബിക്ക് തൊട്ട് മുന്നേ, അങ്ങനെ പറഞ്ഞ് ഇക്ക് തൊട്ട് മുന്നുള്ള ലെറ്റർ ആണ് എന്ത്? ഡി. അല്ലെ? ഓരോ ലെറ്ററിന് തൊട്ട് മുന്നേ ഉള്ള ലെറ്റർ വെച്ച് കോഡ് ചെയ്യാം. ഓക്കെ ആണോ? ശരി, പറഞ്ഞു വരാം. അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ EDUCATION. എഡ്യൂക്കേഷൻ നമ്മൾ എങ്ങനെ പറയും? ഇക്ക് തൊട്ട് മുന്നേ ഉള്ള ലെറ്റർ ആണ് എന്ത്? ഡി എന്ന് പറയുന്നത്. ഡിക്ക് തൊട്ട് മുന്നേ ഉള്ളതാണ് സി. PQRSTU. അപ്പോൾ യുവിന് തൊട്ട് മുന്നേ ഉള്ളതാണ് എന്ത്? ടി. സിക്ക് തൊട്ട് മുന്നേ ഉള്ളതാണ് എന്ത്? ബി. എക്ക് തൊട്ട് മുന്നേ ഉള്ളതാണ് എന്ത്? ഇസഡ്. ബാക്കി നമ്മൾ പറയണോ? ഐക്ക് തൊട്ട് മുന്നിലുള്ള എന്തായിരിക്കും? എച്ച് ആയിരിക്കും. എന്നിന് തൊട്ട് മുന്നിലുള്ള ഓയ്ക്ക് തൊട്ട് മുന്നിലുള്ള എന്തായിരിക്കും? എൻ. അടുത്തെന്തായിരിക്കും? എം ആയിരിക്കും. കിട്ടി നമ്മുടെ ഓപ്ഷൻ സി. DCTBZSHNM എന്ന് പറയും. സിമ്പിൾ കോഡിംഗ് ആണ്. ഞാൻ കൂടുതൽ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ഓരോ ലെറ്ററിനും തൊട്ട് മുന്നിലുള്ള ലെറ്റർ എടുത്ത്
പറഞ്ഞാൽ മതി, നമ്മുടെ ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി എന്ന് പറയും. ചോദ്യം. സെയിം ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതിന്റെ സെയിം ആണ്. അവിടെ പിയും ക്യൂവും ആറും എസ് അല്ലെ, കഴിഞ്ഞ ഫേസിലുള്ള പരീക്ഷയ്ക്ക് പിയും ക്യൂ എന്നൊക്കെ പറഞ്ഞാണ് തന്നത്. ഇവിടെ പേര് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്: ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ആബേൽ. അപ്പൊ ഇവിടെ ആബേലാണ്. ആബേലിന്റെ സഹോദരൻ ആരാണ്? ടോം ആണ്. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ഡെന്നിസിന്റെ മകനാണ് ആബേൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആബേലിന്റെ അച്ഛന്റെ പേരെന്താണ്? ഡെന്നിസ്. ഇനി ഡെന്നിസിന്റെ പിതാവ് ഡാനി. ബന്ധത്തിന്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരെന്നാണ്? ഈ പറയുന്ന ടോം അല്ലെ, ഇവിടെ എഴുതിയിരിക്കുന്ന ടോം എന്ന് പറയുന്നത് ഈ പറയുന്ന ഡാനിയുടെ ആരെന്നാണ് ചോദ്യം. പറ, ഡാനിയുടെ ആരായിരിക്കും ടോം എന്ന് പറഞ്ഞാൽ? പേരക്കുട്ടിയായിരിക്കും അല്ലേ? അപ്പോ ടോം എന്ന് പറയുന്നത് ആരെന്നാ ചോദിച്ചുള്ളൂ. അപ്പൊ ടോം എന്ന് പറയുന്നത് ഡാനിയുടെ പേരക്കുട്ടിയായിരിക്കും അല്ലേ? 2 ജനറേഷൻ കഴിഞ്ഞു. ഡാനിയുടെ മോനാണ് ഡെന്നിസിന്റെ മകൻ അല്ലേ, ഈ പറയുന്ന മകൻ അല്ലേ, ഡെന്നിസിന്റെ അല്ലെങ്കിൽ ഡാനിയുടെ മകന്റെ മകൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ടോം എന്ന് പറയുന്നത് ആരായിരിക്കും? ഡാനിയെ സംബന്ധിച്ച് പേരക്കുട്ടിയായിരിക്കും. ചോദ്യം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഫേസിലും ഈ ചോദ്യം ഉണ്ടായിരുന്നു. അറ്റ് വാട്ട് ആംഗിൾ ദ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ആർ ഇൻക്ലൈൻഡ് അറ്റ് 50 മിനിറ്റ്സ് പാസ്റ്റ് 4 എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ 4 മണി 50 മിനിറ്റ് അല്ലേ? 50 മിനിറ്റ്സ് പാസ്റ്റ് 4 എന്ന് പറയുമ്പോൾ 4 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആകുമ്പോൾ, അതായത് 4:50 ആകുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് എത്ര എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോണളവ് കണ്ടുപിടിക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ ഇവിടെ പെട്ടെന്ന് പറഞ്ഞു പോകും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിൽ ഓരോ ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വരാം. ഇവിടെ ഞാൻ 4 എന്നുള്ള നമ്പർ അതേപോലെ എഴുതി. ഇനി 50 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും നിൽക്കുന്നത്? 50 എന്ന് പറയുമ്പോൾ ഏത് സൂചിയിലായിരിക്കും? 10 എന്ന് പറയുന്ന സൂചിയിലായിരിക്കും അല്ലേ? 10. ഇവരുടെ വ്യത്യാസം എടുക്കും. 4 - 10 എന്ന് പറഞ്ഞാൽ നമുക്ക് -6 എന്ന് കിട്ടും. ഈ കിട്ടുന്ന 6നെ നമ്മൾ 30 ഡിഗ്രി കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 180 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടും. 180 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടും. ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ തന്നിട്ടുള്ള മിനിറ്റിന്റെ പകുതി കുറച്ച് പറയും. അതായത് 50ന്റെ പകുതിയായ 25 കുറയ്ക്കുമ്പോൾ, 180ൽ നിന്ന് 25 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 155 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടും. 155 ഡിഗ്രി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, 155 ഡിഗ്രി. ഓർമ്മിച്ചോളേ, തന്നിട്ടുള്ള ഈ പറഞ്ഞ 4 നമ്മൾ അതേപോലെ എഴുതും. 50 എന്ന് പറയല്ലേ, 50 മിനിറ്റ് ആകുമ്പോൾ മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും? 10 എന്ന് പറയുന്ന നമ്പറിലല്ലേ? 4 - 10 ചെയ്യുമ്പോൾ നമുക്ക് -6 എന്നാണ് കിട്ടുന്നത്. കിട്ടുന്ന 6ന്റെ 30 കൊണ്ട് ഗുണിക്കണം. ഇവിടെ മൈനസ് ആയത് കൊണ്ട് തന്നിട്ടുള്ള മിനിറ്റിന്റെ പകുതി കുറച്ച് പറയണം. ഇനി ഇൻ കേസ് അവിടെ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? മിനിറ്റിന്റെ പകുതി എടുത്ത് കൂട്ടി അങ്ങ് പറയുമായിരുന്നു. അപ്പോൾ ഇവിടെ മൈനസ് ആണ്. മിനിറ്റിന്റെ പകുതി എടുത്ത് കുറച്ച് പറയുമ്പോൾ നമ്മുടെ ആൻസർ 155 ഡിഗ്രി എന്ന് പറയുന്നത്. 155 ഡിഗ്രി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലനേഷനിൽ ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ചോദ്യം. അപ്പോൾ 2 11 ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ 3 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സമാന ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ക്യൂബുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. 2ന്റെ ക്യൂബിന്റെ കൂടെ 2ന്റെ ക്യൂബ് എത്രയാ? 8 അല്ലേ? ആ 8ന്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 11 കിട്ടുന്നത്. അതേപോലെ പറഞ്ഞു വരാം, 3ന്റെ ക്യൂബിന്റെ കൂടെ 3 കൂട്ടി കൊടുത്താൽ മതി. 3ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാ? 27. 27ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും ആൻസർ 30 എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ആൻസർ PSC ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ആൻസർ കീയിൽ എന്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്? 30 തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ചിലരുടെ മനസ്സിലെങ്കിലും വരും, ദാ ഇവിടെ നോക്കണം, ഇവിടെ 2 വന്നു, തൊട്ടടുത്ത നമ്പറിലെ കൂട്ടി പറഞ്ഞ്. അതേപോലെ ഇവിടെ നമ്മൾ 3ന്റെ ക്യൂബ് പറഞ്ഞു, തൊട്ടടുത്ത നമ്പറായ 4 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? വേണമെങ്കിൽ നമുക്ക് എന്തെന്നും പറയാം, 31 എന്നും പറയാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആർഗ്യൂ ചെയ്യാം. പക്ഷെ PSC ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ആൻസർ കീയിൽ എന്താണ് ആൻസർ ആയിട്ട് ഇട്ടിട്ടുള്ളത്? 30 തന്നെയാണ്. അപ്പോൾ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് 2ന്റെ ക്യൂബിന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 11 കിട്ടും. 3ന്റെ ക്യൂബിന്റെ കൂടെ 3 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. ഓക്കെ അല്ലേ? ചോദ്യം. ഒരു മാസത്തിലെ 6ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ, അപ്പോൾ ഒന്നും കൂടെ, ഒരു മാസം
ഒരു മാസത്തിലെ 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 6ാം തീയതി. ഒരു മാസത്തിലെ 6ാം തീയതി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയ്ക്ക് 2 ദിവസം അല്ലേ? 2 ദിവസം മുമ്പുള്ള ദിവസമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വ്യാഴം, അതിന് മുമ്പുള്ളത് ബുധൻ, അതിന് മുമ്പുള്ള എന്താണ്? ചൊവ്വ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, 6ാം തീയതി എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചയാണ്. അല്ലേ? അപ്പൊ ഒന്നും കൂടെ, ഒരു മാസത്തിലെ 6ാം ദിവസം അല്ലെങ്കിൽ 6ാം തീയതി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയ്ക്ക് 2 ദിവസം മുമ്പാണ് ദാ പറഞ്ഞിരിക്കുന്നത്. അതായത് 6ാം തീയതി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയ്ക്ക് 2 ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൊവ്വാഴ്ചയാണ്. കണ്ടുപിടിക്കേണ്ട എന്താണ്? 18ാം തീയതി അല്ലേ? 18ാം തീയതി ഏത് ദിവസമായിരിക്കും എന്നല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 18ാം തീയതി ഏത് ദിവസം എന്നാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. 18ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 12 ആണ്. ഈ 12നെ നമ്മൾ അല്ലേ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കുമ്പോൾ ഒരു പ്രാവശ്യം 7 ശിഷ്ടം എത്രയെന്ന് കിട്ടി? 5 എന്ന് പറഞ്ഞ് കിട്ടി. ഈ കിട്ടുന്ന ശിഷ്ടത്തിന് ആരുടെ കൂടെ കൂട്ടി കൊടുത്താൽ മതി? ചൊവ്വയുടെ കൂടെ 5 കൂട്ടി കൊടുത്താൽ മതി. ചൊവ്വയുടെ കൂടെ കൂട്ടുമ്പോൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അപ്പം നമ്മുടെ ആൻസർ എത്രാന്ന് കിട്ടും? ഞായറാഴ്ച എന്ന് പറഞ്ഞ് കിട്ടും. ഞായറാഴ്ച. ഇനി വേറെ ഒന്നുമില്ല. 6ാം തീയതി ചൊവ്വാഴ്ചയാണ്. 6ാം തീയതി ചൊവ്വാഴ്ചയാണ്. 18 എത്രയെന്നല്ലേ കണ്ടുപിടിക്കേണ്ടേ? ഈ 6ന്റെ കൂടെ 7 കൂട്ടം അല്ലേ? ഇന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ തൊട്ടടുത്ത ചൊവ്വാഴ്ച കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 7 കൂട്ടിയാൽ മതി. അതായത് 6ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ നമുക്ക് 13. അതായത് 13ാം തീയതി ചൊവ്വാഴ്ചയാണ്. 14ാം തീയതി ബുധനാഴ്ച, 15ാം തീയതി വ്യാഴാഴ്ച, 16ാം തീയതി വെള്ളിയാഴ്ച, 17ാം തീയതി ശനിയാഴ്ച, 18ാം തീയതി എന്താണ്? ഞായറാഴ്ചയായിരിക്കും. അങ്ങനെ വേണമെങ്കിലൊക്കെ പറയാം. ഇത് വേറെ വിഷയമൊന്നുമില്ല. തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കും. ഈ കിട്ടുന്ന റിമൈൻഡറിനെ ചൊവ്വാഴ്ചയുടെ കൂടെ കൂട്ടിയാലും മതി. ചൊവ്വാഴ്ചയുടെ കൂടെ കൂട്ടി പറഞ്ഞാലും മതി. നമ്മുടെ ആൻസർ ഞായറാഴ്ച. ചോദ്യം. ശരി. അപ്പോൾ ഈ ഒരു ചോദ്യം ചെറിയൊരു വ്യത്യാസമായിട്ടൊക്കെ വന്നല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ട്രയാങ്കിൾ കൗണ്ട് ചെയ്യുന്ന ചോദ്യമാണ് അല്ലേ? എത്ര ത്രികോണങ്ങളുണ്ട്? കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് ബേസിക് ആയിട്ട് ചെറിയൊരു കാര്യം, നിങ്ങളത് എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് അറിഞ്ഞുകൂടാ. ചെറിയൊരു കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ, ഇതാ നമ്മളത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് മൊത്തം എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇതിനെ നമ്മൾ നമ്പർ ചെയ്യും. 1 2 നമ്പർ ചെയ്യും. ഈ 1ഉം 2ഉം കൂടെ കൂട്ടി 3 ട്രയാങ്കിൾ. ഇനി ഏതൊക്കെയാണ് ആ 3 ട്രയാങ്കിൾ എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. വീണ്ടും ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ. ഇനി മൊത്തത്തിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ അല്ലേ? ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതിനകത്ത് മൊത്തം എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ ആണോ? 3 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ, ഈ ഒരു ട്രയാങ്കിൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു ട്രയാങ്കിൾ നമ്മൾ സെൻറ്ററിൽ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 ട്രയാങ്കിൾ ആണുള്ളത്. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. ഈ വരച്ചിരിക്കുന്ന പോലത്തെ എത്ര ട്രയാങ്കിൾ ഇതിനകത്തുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. നോക്കി നോക്കാം. ആദ്യമേ തന്നെ ഇങ്ങനെ. ഓക്കെ ആണോ? ഇതിനെ നമ്മൾ 2 ഭാഗമാക്കിയില്ലേ? അപ്പോൾ ഞാൻ ഈ നീലയിൽ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യാം. അതിനകത്ത് എത്ര എണ്ണം കാണും? 3 എണ്ണം കാണും. പ്ലസ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുത്തേ. ഇങ്ങനെ മാത്രമുള്ള, ഞാനിപ്പോൾ ഈ പറയുന്ന മജന്തയിൽ വരച്ചിരിക്കുന്നത് ഈ ഒരു ട്രയാങ്കിൾ മാത്രം എടുത്തേ. അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഈ ഒരു ഫോമുലയിൽ ഇരിക്കുന്നത് അതിനകത്ത് എത്ര എണ്ണം കാണും? 3 എണ്ണം കാണും. പ്ലസ് ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്ത് നോക്ക്. ഓക്കെ ആണോ? അത് ഈ രൂപത്തിലല്ലേ? അതിനകത്ത് എത്ര എണ്ണം കാണും? അതിനകത്ത് 3 എണ്ണം കാണും. അപ്പോൾ +3 പ്ലസ്. ഇനി അടുത്ത് വീണ്ടും ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്തേ. അതിനകത്ത് എത്ര എണ്ണം കാണും? 3 എണ്ണം കാണും. അങ്ങനെ 3+3+3 ടോട്ടൽ 12 ട്രയാങ്കിൾസ് ആണ് അതിനകത്തുള്ളത്. നമ്മുടെ ആൻസർ ഇതായിരിക്കും. ഓപ്ഷൻ ഡി 12. ഇനി നമ്മൾ ഒരു അരുവേന്നിരുന്ന് കൗണ്ട് ചെയ്താലും ഇതങ്ങനെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫിഗർ ഒന്നും അല്ല. നമുക്ക് 12 ട്രയാങ്കിൾസ് തന്നെയാണ് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സാധാരണ SSC പരീക്ഷകൾക്കൊക്കെയാണ് വരുന്നത്. അവിടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. കൗണ്ടിങ് ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ ഒരു ഫിഗർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക,
അതിനകത്ത് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 3 വെച്ച്. അപ്പോൾ അതേപോലത്തെ 4 ട്രയാങ്കിൾസ് നമുക്ക് ഇതിനകത്ത് അല്ലേ ഈ ഒരു ഫോമിലുള്ള 4 ട്രയാങ്കിൾസ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡന്റിഫൈ ആണെങ്കിൽ 3ഉം 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 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പറയാം ടോട്ടൽ 12 ട്രയാങ്കിൾസ് ആണ് ഈ ഒരു ചിത്രത്തിനകത്തുള്ളത്. 12 ട്രയാങ്കിൾസ് ആണ് ഈ ചിത്രത്തിലുള്ളത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുന്നു. ഇതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടക്കുന്നു. ഇപ്പോൾ അവൻ തന്റെ ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകല എന്നാണ്? എത്ര അകലയിലാണ്? ശരി, പറഞ്ഞു വരാം. നമുക്ക് അത്യാവശ്യം ഡയറക്ഷൻസിനെ പറ്റി ഒരു ധാരണ വേണം. ഡയറക്ഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. ഡയറക്ഷൻസ് നമ്മൾ പറയുമ്പോൾ വലത്തോട്ടാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? കിഴക്ക് എന്ന് പറയും. ഇടത്തോട്ടാണെങ്കിൽ നമ്മൾ പടിഞ്ഞാറ് എന്ന് പറയും. ഇനി മേളിലോട്ടാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? വടക്കോട്ട് എന്ന് പറയും. താഴോട്ടാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? തെക്ക് എന്നൊക്കെ പറയും അല്ലേ? ശരി, പറഞ്ഞു നോക്കാം. ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട്, കിഴക്കോട്ട് എന്ന് പറഞ്ഞാൽ വലത്തോട്ടല്ലേ? അപ്പോൾ 1 കിലോമീറ്റർ എങ്ങോട്ട് നടക്കുകയാണ്? 1 കിലോമീറ്റർ കിഴക്കോട്ട് നടക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ. ഇങ്ങോട്ട് പോകുന്ന ആൾ തെക്കോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ടല്ലേ? തെക്കോട്ട് എത്ര കിലോമീറ്റർ പോയി? 5 കിലോമീറ്റർ നടന്നു. വീണ്ടും കിഴക്കോട്ട്, കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും റൈറ്റിലോട്ട് അല്ലേ? വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ പോയി? 2 കിലോമീറ്റർ നടന്നു. ഇതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടന്നെന്നാ പറഞ്ഞു. വടക്കോട്ട് എന്ന് പറഞ്ഞാൽ മേളിലോട്ടല്ലേ? വടക്കോട്ട് വടക്കോട്ട് ഇത്രയും 5 ആയി. ഇത്രയും 5 ആണ്. 9 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ പോയി? 9 കിലോമീറ്റർ നടന്നു. ഇപ്പോൾ അവൻ തന്റെ ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകലെ എന്നാണ്? ശരി, ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഇവിടെ നിന്നല്ലേ? അവസാനിച്ചത് എവിടെ നിന്നാണ്? എവിടെയാണ്? ഇവിടെയല്ലേ? ഈ ഒരു അകലം കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ശരി, നമുക്ക് പറയാം. ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 1 ആണ്. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ ഇവിടെ 2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ 1ഉം ഈ 2ഉം കൂടെ ചേർത്ത് ടോട്ടൽ എത്ര? 3 കിലോമീറ്റർ. ഇനി ഇത് മുതൽ ഇതുവരെ നമുക്ക് 5 എന്ന് അറിയാം. ഇത് മുതൽ ഇതുവരെ 9 എന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ 9ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ എത്ര? 4. പൈതഗോറസ് തിയറം ഉപയോഗിക്കുക. ഇനി നിങ്ങളങ്ങ് മനസ്സിലാക്കിയിരിക്കുക, 3ഉം 4ഉം വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ വശം എത്രയേ വരുള്ളൂ? 5 കിലോമീറ്ററേ വരുള്ളൂ. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിനെ സംബന്ധിച്ച്, ഒരു മട്ടത്രികോണത്തിനെ സംബന്ധിച്ച് 2 വശങ്ങൾ 3ഉം 4ഉം വന്നു. മൂന്നാമത്തവൻ എന്തേ വരും? നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. 3, 4 മറ്റവൻ എന്തേ വരുള്ളൂ? ഉറപ്പായിട്ടും എന്തേ വരുള്ളൂ? 5 വരുള്ളൂ. ഇനി 6ഉം 8ഉം വന്നു കഴിഞ്ഞാൽ മറ്റേ വശം എന്തായിരിക്കും? ഉറപ്പായിട്ടും 10 ആയിരിക്കും. അപ്പോൾ വേറെ ഞാൻ ഇതിനകത്ത് പൈതഗോറസ് തിയറം ഒന്നും എടുക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. 3ഉം 4 അല്ലേ? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ്സ് 3ഉം 4ഉം വന്നു. മറ്റവൻ എന്തേ വരുള്ളൂ? മൂന്നാമത്തെ വശം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എത്രയേ വരുള്ളൂ? 5 വരുള്ളൂ. നമ്മുടെ ആൻസർ 5 കിലോമീറ്റർ ആണ്. 5 കിലോമീറ്റർ. ഓക്കെ അല്ലേ? ചോദ്യം: ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി രണ്ടറ്റത്തു നിന്നും 17ാം സ്ഥാനത്ത് നിന്നാണ്. ഒരു കുട്ടി അല്ലേ, രണ്ടറ്റത്തു നിന്നും 17ാം സ്ഥാനത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന പെൺകുട്ടി 17ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇത് വലത്തുനിന്നായിരുന്നാലും ഇടത്തുനിന്നായിരുന്നാലും അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നായിരുന്നാലും ബാക്കിൽ നിന്നായിരുന്നാലും എത്രാമതാണ്? 17ാമതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ടെന്നാണ് പറഞ്ഞു വരാം. ഇവിടെ ഫ്രണ്ടിൽ നിന്ന് 17ാമത്തെ പൊസിഷൻ ആണെങ്കിൽ ആ കുട്ടിക്ക് മുന്നിലായിട്ട് എത്ര കുട്ടികളുണ്ട്? 16 കുട്ടികളുണ്ട്. ഇനി ബാക്കിൽ നിന്ന് ആ കുട്ടി 17ാമതാണെങ്കിൽ ആ കുട്ടിയുടെ ഇപ്പുറത്തോട്ട് എത്ര കുട്ടികൾ കാണുമായിരിക്കും? 16 കുട്ടികളുണ്ട്. ടോട്ടൽ എത്ര പേരുണ്ടെന്നല്ലേ? ഈ 16 ആ കുട്ടിയും ഉൾപ്പെടെയുള്ളതായിരിക്കും ടോട്ടൽ എന്ന് പറഞ്ഞാൽ. പറഞ്ഞു വരാം. ആദ്യത്തെ 16 പ്ലസ് ഇപ്പുറത്തുള്ള 16 32. ഈ കുട്ടിയും ഉൾപ്പെടെ ടോട്ടൽ എത്ര പേരുണ്ട്? 33 കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് മുന്നേ 16, ആ കുട്ടിക്ക് ശേഷം 16, 16 16 32, ആ കുട്ടിയും ഉൾപ്പെടെ ടോട്ടൽ 33 കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. ഇനി നമ്മളല്ലാതെ ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. 17ഉം 17ഉം കൂടെ കൂട്ടിയിട്ട് 1 കുറയ്ക്കും. 17ഉം 17ഉം കൂടെ കൂട്ടാം 34. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എന്ത് തന്നെ കിട്ടും? 33. ഓക്കെ അല്ലേ? വീണ്ടും സമാന ബന്ധം. കാട് മൃഗശാലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ കടൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? അല്ലേ? ഈ പറയണ കാടും മൃഗശാലയുമാണ് തമ്മിൽ അല്ലേ? കാട്ടിലുള്ള ജീവികൾ എവിടെയാണ്? മൃഗശാലയിലാണ് കാണാറ്. ഇനി കടലിലുള്ളത് നമ്മൾ എവിടെ കാണും? അക്വേറിയത്തിൽ കാണും.
ഓക്കെ അല്ലേ? അപ്പോൾ കാട്ടിലുള്ള മൃഗങ്ങളെ നമ്മളിവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൊണ്ട് കാണിക്കുന്ന എവിടെയാണ്? മൃഗശാലയിലാണ് നമ്മൾ പോയി കാണാറ്. അതേപോലെ കടലിലുള്ള ജീവികൾ നമുക്ക് എവിടെ കാണാൻ പറ്റും? അക്വേറിയത്തിൽ കാണാൻ പറ്റും. നമ്മുടെ ആൻസർ അക്വേറിയം എന്നാണ്. വലിയ പ്രശ്നമില്ലാത്ത ചോദ്യങ്ങളാണ് അല്ലേ? വീണ്ടും മെന്റൽ അബിലിറ്റിയിൽ ഒരു ചോദ്യം, സീരീസ് കംപ്ലീഷൻ ആണ്. 5, 10, 26, 50 ഡാഷ് 170. സിമ്പിൾ ആണ്. രണ്ടിന്റെ സ്ക്വയറിന്റെ കൂടെ 1 കൂട്ടി 5 കിട്ടി. വീണ്ടും 3ന്റെ സ്ക്വയറിന്റെ കൂടെ 3ന്റെ സ്ക്വയറായ 9ന്റെ കൂടെ 1 കൂട്ടി 10 കിട്ടി. അടുത്ത് 4ന്റെ അല്ല അവര് പറഞ്ഞത്. അടുത്ത് 5ന്റെ സ്ക്വയറിന്റെ കൂടെ 5ന്റെ സ്ക്വയറിന്റെ കൂടെ 1 കൂട്ടി 5ന്റെ സ്ക്വയറായ 25ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 26. വീണ്ടും 7ന്റെ സ്ക്വയറിന്റെ കൂടെ 1 കൂട്ടി 49ന്റെ 1 കൂടെ കൂട്ടി നമുക്ക് എത്ര എന്ന് കിട്ടി? 50 കിട്ടി. ഓക്കെ, ഒരു പ്രത്യേക പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 വന്നു, 3 വന്നു, 5 വന്നു, 7 വന്നു. എന്താ പ്രത്യേകത? 2, 3, 5, 7 ഇതെല്ലാം എന്താണ്? അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ? പ്രൈം നമ്പേഴ്സിനെ പറ്റിയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ 7 കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 9 അല്ല. തൊട്ടടുത്ത് വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 11 ആണ്. അപ്പൊ നമുക്ക് പറയാം 11ന്റെ സ്ക്വയറിന്റെ കൂടെ 1 കൂട്ടി നോക്കിയാൽ മതി. 11ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 121. 121ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ കിട്ടും 122. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 122. ഇനി അടുത്തതൂടെ വർക്കൗട്ട് ആവണോ നോക്കി നോക്കാം. 11 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 13 അല്ലേ? 13ന്റെ സ്ക്വയറിന്റെ കൂടെ 1 കൂട്ടും. 169ന്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 170 കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഓക്കെ ആവുന്നുണ്ട്. നമ്മുടെ ആൻസർ 122. ചോദ്യം 237 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽ ടു 23,700 എന്നാണ്. ശരി, ഇവിടെ എന്താണ് ഫിൽ ചെയ്യേണ്ടത് നമുക്ക് അറിഞ്ഞൂടെ. ഞാൻ അവിടെ എക്സ് ഇട്ട് കൊടുക്കും. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, 237 ബൈ എക്സ് ഈക്വൽ ടു 23,700. ശരി, എക്സ് അല്ലേ ആവശ്യം? എക്സിനെ നമ്മൾ ഇങ്ങനെ മേളിൽ കൊണ്ടുവരും. അതായത് എക്സ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ പറയാം, 237 ഡിവൈഡഡ് ബൈ 23,700 എന്ന് പറയാം. ശരി, 237 ഇവിടെ ഒരു പ്രാവശ്യം, 0, 0. നമുക്ക് 1/100 കിട്ടി. 1/100 നമ്മൾ ഓപ്ഷനിലില്ല. അതിന് പകരം നമുക്ക് എന്ത് പറയാം? 1/100 എന്ന് പറഞ്ഞാൽ ഏതിന് തുല്യമായിരിക്കും? 0.01 തുല്യമായിരിക്കും. അതായത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 0.01 എന്ന് പറയും. 0.01. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 237 ഡിവൈഡഡ് ബൈ ഡാഷ് എന്ന് ഞാൻ ഡാഷിൽ എന്തിട്ട് കൊടുത്തു? എക്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 23,700 കിട്ടും. ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. എക്സ് എന്ന് പറഞ്ഞാൽ 237 ബൈ 23,700 എന്നാണ്. ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് 1/100 എന്നാണ്. 1/100 എന്ന് പറഞ്ഞാൽ എന്തിന് സമമാണ്? 0.01 തുല്യമായിരിക്കും. 0.01 തുല്യമായിരിക്കും. അപ്പോൾ ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എന്നാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ, ഹരിക്കാൻ കഴിയണമെങ്കിൽ എന്താ പ്രത്യേകത? അതിലുള്ള അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ, ഡിജിറ്റുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ആരുടെ ഗുണിതം കിട്ടണം? 9ന്റെ ഗുണിതം കിട്ടിയാൽ മതി അല്ലേ? നോക്കി നോക്കാം, ഇതിലുള്ള അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കാം. 1ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 5, 5ഉം 5ഉം 10, 10ഉം 7ഉം 17. 9 കിട്ടും. 9ന്റെ ഗുണിതമല്ല 17. ഇവിടെ കൂട്ടി നോക്കാം, 3ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 7, 7, 7, 14, 14, 1ഉം 15 കിട്ടി. 15 ആരുടെ ഗുണിതമല്ല? 9ന്റെ ഗുണിതമല്ല. വീണ്ടും പറഞ്ഞു നോക്കാം, 5ഉം 4ഉം 9, 1ഉം 10ഉം 8ഉം 18 കിട്ടി അല്ലേ? 18 അല്ലെ? അക്കങ്ങളെല്ലാം കൂടെ കൂട്ടിയപ്പോൾ 18 കിട്ടി. 18 എന്ന് പറഞ്ഞാൽ ആരുടെ ഗുണിതം തന്നെയാണ്? 9ന്റെ ഗുണിതമാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി 5,418 ആയിരിക്കും. 5,418 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ 9 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതേ റൂൾ ഉപയോഗിക്കുന്ന വേറൊരു നമ്പർ ഇവിടെ ഉണ്ട്, 3. 3ന്റെ ഗുണിതം എന്താണ്? അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾസ് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും? 3ന്റെ ഗുണിതമായിരിക്കും. ആ സെയിം റൂൾ തന്നെയാണ് 9ൽ. ഒരു നമ്പറിൽ ഡിജിറ്റുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾസ് കിട്ടുമോ? 9ന്റെ ഗുണിതം കിട്ടുമോ? ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫേസിലെ 20 ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ വലിയ പ്രശ്നക്കാരനായ ചോദ്യങ്ങളൊന്നും ഇതിനകത്തില്ലായിരുന്നു. ഇനി ചെറിയ രീതിയിലൊരു ഡൗട്ടൊക്കെ വരുന്നത് ആ ഒരു ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡി ഈക്വൽ ടു അങ്ങനെ ഒരു ഇക്വേഷൻ ഒക്കെ ഉള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ അല്ലെ? ടിയിൽ നമ്മൾ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അതാണ് ചെറിയ രീതിയിലൊക്കെ നമുക്കൊരു ചെറിയ പ്രശ്നക്കാരനായിട്ടുള്ള ചോദ്യം. ബാക്കിയെല്ലാം ഒരു
10th ലെവലിലുള്ള ചോദ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. 10th 12th ലെവലിലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ഫേസുകളിലും കഴിഞ്ഞ ഫേസിലുള്ളയും ഈ ഫേസിലുള്ളയും ചോദ്യങ്ങളുടെ ഒരു തനി ആവർത്തനമെന്ന് ഞാൻ പറയുന്നില്ല. ആ ചെറിയ സെയിം മോഡലിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പരീക്ഷകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഡിഗ്രി പ്രിലിംസ് ഒക്കെ നടക്കുന്നെങ്കിലും വരുന്ന മാസങ്ങളിൽ 10th ലെവലിലുള്ള പരീക്ഷകളൊക്കെ വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.